നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കളക്ടർ മേഡമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. PA ആയിട്ടാ സംസാരിച്ചേ. എന്നിട്ട് എന്തുണ്ടായി? കളക്ടർ മേഡം നല്ല ബിസിയാണെന്നാ പറഞ്ഞേ. ഒരാഴ്ചത്തേക്ക് വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല എന്ന്. ഒരാഴ്ചത്തേക്കോ? കളക്ടർ മേഡത്തിന് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാം ഉണ്ടാവില്ലേ കുഞ്ഞെ? മിക്കവാറും ഒഫീഷ്യൽ പ്രോഗ്രാംസ് ആയിരിക്കും. ഈ മീറ്റിംഗിന് മറ്റുവേ പിള്ളേ. ആ സത്യമേ, കളക്ടർ എന്താ പറഞ്ഞത്? കളക്ടർ മേഡമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. PA ആയിട്ടാ സംസാരിച്ചേ. എന്നിട്ട് എന്തുണ്ടായി? കളക്ടർ മേഡം നല്ല ബിസിയാണെന്നാ പറഞ്ഞേ. ഒരാഴ്ചത്തേക്ക് വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല എന്ന്. ഒരാഴ്ചത്തേക്കോ? കളക്ടർ മേഡത്തിന് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാം ഉണ്ടാവില്ലേ കുഞ്ഞെ? മിക്കവാറും ഒഫീഷ്യൽ പ്രോഗ്രാംസ് ആയിരിക്കും. ഈ മീറ്റിംഗിന് മറ്റുവേ പിന്നെ ഏതെങ്കിലും ചടങ്ങിലൊക്കെ ചീഫ് ഗസ്റ്റായും ഉദ്ഘാടകമായിട്ടൊക്കെ പങ്കെടുത്തുന്നിരിക്കും. 5-10 മിനിറ്റ്. ഒരു ദിവസം തന്നെ ഒരു ജില്ലയില് 3-4 പ്രോഗ്രാംസ്. എല്ലായിടത്തും ഓടിയെത്തണ്ടേ? അല്ലാതെ ഇപ്പൊ കാണാൻ പറ്റില്ല. എടാ, അടുത്ത ആഴ്ച എങ്കിൽ അടുത്ത ആഴ്ച കാണാം. അതിപ്പോ എങ്ങനെ ശരിയാവുക? എന്റെ അമ്മ, അവരമ്മയുടെ ജീവൻ രക്ഷിച്ചതല്ലേ? അതിനുള്ള നന്ദി ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? എന്നാ പിന്നെ ഒരു വർഷം കേട്ടങ്ങോട്ട് പറയാം. എന്നിട്ട് അത് കളക്ടർ ഓർമ്മ പോലും ഉണ്ടാവില്ല. അമ്മ ഇത് അച്ഛ ഒന്ന് പറഞ്ഞു കൊടുക്ക്, നന്ദി എന്നുള്ള വാക്കിന്റെ വില എന്താന്ന്. അമ്മ, ഒരാള് നമുക്കൊരു ഉപകാരം ചെയ്താലേ തിരിച്ച് താങ്ക്സ് എന്ന് പറയണം. അവരത് ആഗ്രഹിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവര് ചെയ്ത് നമ്മൾ അറിഞ്ഞു എന്നും നമുക്കതിന്റെ നന്ദി ഉണ്ടെന്ന് അവർക്ക് തോന്നണം. അല്ലച്ചാ? അല്ല, ഇതിപ്പോ കോടി രൂപ എന്നൊന്നുമല്ലല്ലോ. നന്ദി എന്നുള്ളൊരു വാക്കല്ലേ? എന്താ അതിന് നഷ്ടം? ഒന്നില്ലെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ? പിള്ളച്ചേട്ടൻ കേക്ക്. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നെ മുഖപരിചയം പോലും ഇല്ല. എന്നിട്ട് സ്റ്റേഷനിൽ മോചിപ്പിച്ചു. പോലീസ് കെട്ടിച്ചമച്ച എല്ലാ കേസിനും എനിക്ക് ജാമ്യവും തന്നു. എന്തിന്? അമ്മയുടെ തോക്കിന്റെ ലൈസൻസ് വരെ തിരിച്ചു കൊടുത്തു. ഇത്രയൊക്കെ ഒരു കളക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇടി പപ്പി, ഒന്നും വേണ്ട. നമ്മുടെ വിഷ്ണു ലോകം ഹോട്ടല് അതിപ്പോ പ്രവർത്തിക്കുന്നതേ ആ കളക്ടർ മേഡം കാരനല്ലേ? അല്ലേടി, നീ എന്തൊന്നും മിണ്ടാത്തെ? അല്ലെങ്കിൽ നഗരസഭക്കാരാ സ്ഥലം വളച്ചു കെട്ടി കെട്ടിടം ഇടിച്ചു നിർത്തി ശ്മശാനം ഉണ്ടാക്കിയനെ. സ്ഥലം നമ്മൾ കയ്യേറിയനെ നിന്റെ സത്യമാവ ജയിലായനെ. നന്ദി വേണം മോളെ, നന്ദി. അല്ലാതെ ഈ കൊച്ചു കുഞ്ഞിനോട് നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നേ? അയ്യോ, അല്ല, കളക്ടർ മേഡത്തിനോട് അമ്മ ഒരു നന്ദി പറയില്ല എന്നറിഞ്ഞപ്പോ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ആരും ഇമോഷണൽ ആയിപ്പോവും. എടാ, കാണാനോ നന്ദി പറയാനോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അങ്ങനെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? മാഡത്തിന് സമയം കിട്ടാഞ്ഞിട്ടല്ലേ? അല്ലമ്മ, കണ്ടൊരു നന്ദി വാക്ക് പറയുമ്പോ എത്ര സമയം വേണ്ടേ? മോനെ, കളക്ടർമാരുടെ ഷെഡ്യൂള് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നേരത്തെ തീരുമാനിച്ച മീറ്റിങ്ങുകളിലെ അവർ പങ്കെടുക്കൂ. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തവരെ അവർ കാണൂ. ഷെഡ്യൂള് തെറ്റുന്നത് എന്തെങ്കിലും അത്യാഹിതമോ ദുരന്തമോ ഉണ്ടാകുമ്പോഴാണ്. അത് സത്യാമ്മയ്ക്കറിയാലോ. അത്യാഹിതം ദുരന്തമൊന്നും പറ്റില്ല. അതെ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഫംഗ്ഷൻ വെച്ചിട്ട് അതിലേക്ക് കളക്ടറെ ക്ഷണിച്ചാലോ? ഇവൻ എന്തൊക്കെയാ പറയുന്നേ? വിഷ്ണുമോൻ ആ പറഞ്ഞതൊരു ബുദ്ധിയാ. ഒരു ചടങ്ങിന് ക്ഷണിച്ച
5-10 മിനിറ്റൊക്കെ കളക്ടർ മാറ്റി വെച്ചെന്നിരിക്കും. അല്ല ഇതിപ്പോ അമ്മയ്ക്ക് കണ്ടിട്ടൊരു നന്ദി വാക്ക് പറഞ്ഞാ പോരെ? അതിനിപ്പോ ഈ 5-10 മിനിറ്റ് ഒക്കെ ധാരാളാണല്ലോ. പക്ഷേ എന്ത് ഫംഗ്ഷന് വിളിക്കൂടാ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോ അടുത്ത മാസമായിരുന്നെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ 7ാം വാർഷികാഘോഷത്തിന് ക്ഷണിക്കായിരുന്നു. വിഷ്ണു ലോകത്തിന്റെ 6 വർഷം മുൻപ് സെപ്റ്റംബർ 19 നമ്മളാ ഹോട്ടൽ തുടങ്ങിയത്. അത് തന്നെ മതി. അത് തന്നെ മതി. പക്ഷേ അതൊരു മാസം കഴിഞ്ഞിട്ടല്ലേടാ. ആരപ്പ പറഞ്ഞ അതിന് 1 മാസം കാത്തിരിക്കണോന്ന്? എന്റെ അമ്മ, നമുക്കിപ്പോ ഇത് ഈ മാസം നടത്തിക്കൂടെ? എന്നത് ഓഗസ്റ്റ് 19. അതെ, അതെ. ആ. ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കാൻ വരൂ? ഇതിപ്പോ നമ്മളല്ലേ തീരുമാനിക്കണേ. അതാലോചിക്കാവുന്നതാണോ? ആ ആ. പക്ഷേ രാഘവേട്ട, അത് വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഒരുക്കങ്ങളൊക്കെ അയ്യോ അമ്മ, നമ്മൾ മനസ്സ് വെച്ചെല്ലാം നടക്കുമല്ലോ. എന്തായാലും 1 മാസം കഴിഞ്ഞ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിള്ള എന്തു പറയുന്നു? എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കും സത്യാമേ. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കളക്ടർ മാഡത്തിനെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വേദി വെച്ച് തന്നെ അമ്മയ്ക്ക് മാലയിട്ട് സ്വീകരിക്കുകയും പരസ്യമായിട്ട് നന്ദി പറയുകയൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും കളക്ടർ മാഡത്തിനെ ഒന്ന് കാണണം. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം അല്ലേ? വലിയ ആഘോഷമാണോ സത്യാമ്മേ? അതേ മോളൂ, പാട്ടും കളിയും ഡാൻസും ഒക്കെ ഉണ്ട്. ഹായ്, കൊള്ളാലോ. പിള്ളേ, എല്ലാം ഗംഭീരമാക്കണം. ജില്ലാ കളക്ടർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ചടങ്ങ്. ഭാമേ, അത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഒരാഴ്ചത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. മാഡത്തിന് ഒഴിവുണ്ടെന്നോട് നോക്കണ്ടേ? അല്ല, കുട്ടിയുടെ പേരെന്താ? കളക്ടറുടെ പിയുടെ? അനുപല്ലവി. ഓ, അനുപല്ലവി. അനുപല്ലവി, ഒരു മിനിറ്റ്. ആ, ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.